എന്താ എന്താ എന്താണ് എന്താണ് ഒരാള് പറഞ്ഞു ഇനി കണ്ണനെ അടിച്ചാ കൈ കിട്ടൂന്ന്. ഓ ഏത് കയ്യാ? വരയ്ക്കുന്ന കയ്യാ? വാ അങ്ങോട്ട് കൂടാ. ആരെ എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് ഏത് കയ്യാ വിട്ടെന്ന് പറഞ്ഞേ? അങ്ങനെ വെച്ചാൽ അതിനല്ല നേരം ഉണ്ടാവും. കയ്യും കാലും വെട്ടുകയാണെങ്കിൽ ഒന്നും കഴിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടാവില്ലേ? വീഡിയോല നല്ല കാര്യം. ജസ്റ്റ് അസലി കണ്ണനെ വരയ്ക്കുന്ന ആൾ അറിയാലോ. ഇവിടെ കൈ ആരോ വെട്ടുന്ന പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പം ശരിക്കും പറയാച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇവിടെ കണ്ണനെ വാങ്ങുക ചെയ്യുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇവിടെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ കൂടെ നിന്നിട്ട് ഇതാക്കി കൊടുക്കുക ചെയ്യുക. പിന്നെ കയ്യും കാലും വെട്ടുക പറഞ്ഞാൽ അതൊന്നും മറ്റേ എന്താ പറയുക നടക്കാത്ത കാര്യമാണ്. ഒരാൾ എൻ്റെ കാല് വെട്ടെന്ന് പറയുന്നു മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയാൽ രണ്ട് കാലം ഉണ്ട് കേട്ടോ. അതാ എന്തിനു കാര്യ പലതും പറയും. ഇതൊന്നും നോക്കി കാര്യം ചെയ്യരുത്. ഒരാളിപ്പോൾ വന്ന് കൈ വെട്ടുമ്പോഴേക്കും അങ്ങോട്ട് താഴൂടല്ലേ. ഗൈസ് ഞാൻ എപ്പോഴും പറയാണ് ഇവിടെ കൂടെ നിന്നിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഫോട്ടോ വാങ്ങുക ചെയ്യേണ്ടത്. എത്രത്തോളം ഓർഡർ കൊടുക്കാൻ പറ്റും അത്രത്തോളം ഇവർക്ക് ഓർഡർ കൊടുത്തിട്ട് ഇവിടെ കൊണ്ട് ഫോട്ടോ വാങ്ങിപ്പിക്കാം. ഒരാൾ ഒരു ദൈവത്തിന് അടുത്ത ഓർഡർ കിട്ടാഞ്ഞിട്ടുള്ള അടവാണ്. ഞാനിത് വരയ്ക്കൽ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ നഷ്ടപ്പെട്ടു. ഫാമിലി നഷ്ടപ്പെട്ടു, ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടു, ആരും ഇല്ലാണ്ടായി. ഇവിടെ അടുത്തൊരു മനുഷ്യൻ എന്നോട് ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ പല കല്യാണവും ഞാൻ കാരണം മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് പല രീതിയിലാണ് അവർ എന്നെ ടോർച്ചർ ചെയ്യുന്നത്. ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഞാൻ ഇത് വരയ്ക്കുന്നതാണോ ഇത്ര വലിയ തെറ്റ്? ഞാനും മക്കളും ഒറ്റക്കാണ്. ഞങ്ങൾക്ക് ആരും ഒരു കൂട്ടില്ല. എല്ലാവരും ഉപേക്ഷിച്ച് പോവുക. ഒരു കല്യാണപ്പുരയെ പോലും ഞങ്ങളെ വിളിക്കുന്നില്ല. വിളിച്ചാൽ ഞങ്ങൾ ചെന്നാ എന്തോ ഒരു നീണ്ടലുള്ള ആൾക്കാർ ചെല്ലുന്നതിന്റെ മാതിരി. ഇത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടും ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, വേറെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇന്നേ വരെ അത് വരച്ചിട്ടു ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്തിനാ ടോർച്ചർ ചെയ്യുന്നത്? ആരും ഇല്ലാണ്ട് നിൽക്കുക. മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം അവിടെ നിർത്തി. സ്കൂളിൽ തന്നെ എനിക്ക് പേടിയാ പറഞ്ഞേക്ക. എൻ്റെ മക്കളാണെന്നുള്ള ഒരിതും അവിടെ ഞാൻ കാണിക്കുന്നില്ല. ഇതിന് മാത്രമൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഇത് എന്തിട്ടാണ്? ഇത്ര വലിയ അപരാധാണോ ഈ ഒരു കൃഷ്ണനെ വരയ്ക്കുന്നത്? എല്ലാവർക്കും ഞാൻ വരയ്ക്കുന്നതാ വിഷയം. എന്തെങ്കിലും നന്നായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതിനിങ്ങനെ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. മോള് നോക്കിയാൽ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഓരോരുത്തർ അങ്ങ് പഠിക്കും. ഇപ്പൊ ഇഷ്ടം പോലെ ഓർഡർ ആയില്ലേ? ഇപ്പൊ ഓർഡർ ഇല്ലാത്തതല്ലല്ലോ വിഷയം, ഞാൻ വരയ്ക്കുന്നതാണല്ലോ എല്ലാവർക്കും വിഷയമോ. എല്ലാരെയും കൂട്ടണ്ട, വരയ്ക്കുന്നതിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ കൂട്ടുന്നല്ലോ. ഒരു കാര്യം പറയാം, എനിക്ക് ഓർഡർ വരുന്നിടത്തോളം കാലം, എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞാൻ കണ്ണനെ വരയ്ക്കും. അത്ര തന്നെ. ഇനി അതിനെ ഒരു കയ്യോ കാലോ തലയോ എന്താച്ചാ വെട്ടിക്കൊണ്ടോട്ടെ. പോലെ ബൂതിയല്ലേ. ഞാൻ എല്ലാം പോവാൻ പോവാണ്. അതിന് മുമ്പ് പോവാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് കുടിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനാണ്. ഈ കൈ വെട്ടും എന്ന് പറഞ്ഞ മോനോട് പ്രത്യേകം പറയാണ്. എൻ്റെ നമ്പർ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിലോ യൂട്യൂബിലൊക്കെ എടുത്താൽ കാണാം. ഒന്ന് വിളിച്ചിട്ട് വരണേ. കൈ വെട്ടുമ്പോൾ കൊണ്ടുപോകണമെങ്കിൽ ഒരാൾ വേണമല്ലോ. അപ്പോൾ എന്തായാലും മോനെ ബൈ ബൈ. ഓള് എത്രത്തോളം അവൾക്ക് വരയ്ക്കാൻ പറ്റും എത്രത്തോളം ഓള് വരയ്ക്കും. അതല്ല നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കൂടെ കൂടുക, ഇവിടെ കൂടെ നിൽക്കുക, ഫോട്ടോ വാങ്ങുക. ഓക്കെ ബൈ.